രാഹുലെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടില് ഇ.ഡി. റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് കോൺഗ്രസുകാരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ട് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് CPM അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തില് എന്തിനാണ് CPM കോൺഗ്രസിന് ഇതിനകത്ത് ബലിയാടാക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ED കണക്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ നമുക്കറിയാം പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സംഘപരിവാറിന് മുമ്പിലും വളഞ്ഞിട്ട് ആക്രമിക്കാനാണെങ്കിൽ ഒരു സംഘപരിവാറിന് മുമ്പിലും കുമ്പിട്ട് നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ നരേന്ദ്രമോദിയെ പോയി കണ്ടു. ഇത് ഡീലാണ്, ഇവര് തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് പിണറായി വിജയന്റെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ദിവസം റെയ്ഡിന് ED വരികയാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോ ED റെയ്ഡ് നടത്തുന്നതായി തുടർന്ന് കേരളത്തിൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CPM സംഘടിപ്പിക്കുകയാണ്. ഈ CPM സംഘടിപ്പിച്ച് പ്രതിഷേധങ്ങൾ പോകുമ്പോൾ നശിപ്പിക്കുന്നത് ആരുടെ ബോർഡുകളാണ്? കോൺഗ്രസിന്റെ ബോർഡുകളാണ്. VD സതീശനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ പലതും പൊക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ VD സതീശൻ ഇതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസിന്റെ MLA മാരും മന്ത്രിമാരും ഒക്കെ പറയുന്ന ബൈറ്റുകൾ കൃത്യമായിട്ടുണ്ട്. അവര് പോലും അറിഞ്ഞിട്ടില്ല ഇന്നിങ്ങനെ റെയ്ഡ് നടക്കുമെന്ന്. ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും അറിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ ED ആണ്. നമുക്കറിയാം എന്താണ് വിഷയമെന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. എക്സാലോജിക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തുന്ന വീണ വിജയൻ നടത്തുന്ന കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി. ഒരു IT കമ്പനിയാണ്. IT കമ്പനി ഇത്തരത്തിൽ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട CMR, അപ്പൊ അവര് ഇത്ര രൂപ വെച്ച് മാസപ്പടിയായിട്ട് കമ്പനിക്ക് കൊടുത്തു എന്നതാണ് ആരോപണം. 1.72 കോടി കൊടുത്തു എന്നായിരുന്നു ആദ്യത്തെ ആരോപണം. പിന്നീട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി 1 അല്ല 2 കോടിക്ക് മുകളിൽ ആ തുക വരുമെന്നായിരുന്നു അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ CMRL എന്ന് പറയുന്നത് ഒരു ഷെൽ കമ്പനിയാണ്. അതിന് മുകളിൽ മറ്റു കമ്പനികളുണ്ട്. ഇപ്പോൾ CMRL പ്രവർത്തിക്കുന്നത് ആലുവയിലാണ്, എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊരു ഷെൽ കമ്പനി മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കമ്പനികളുണ്ട്. അപ്പോൾ അധികാര ദുർവിനിയോഗം ഇതിലൂടെ നടന്നിട്ടുണ്ട്. മാസപ്പടിയായിട്ട് വെറുതെ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കണമെങ്കിൽ തിരിച്ചൊന്നും കൊടുക്കാതെ, ഇപ്പോ നമുക്കറിയാം IT സേവനങ്ങളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, CMRL കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സേവനങ്ങളും കൊടുക്കാതെ വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ 2 കോടി രൂപ ഒരാൾക്ക് കൊടുക്കാൻ എന്താണ് ആരെങ്കിലും തലക്കോളം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 2 പേരുടെയും മൊഴികൾ എടുത്തു. അവരൊരു സേവനവും തരാതെയാണ് ഈ പൈസ കൊടുത്തത് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ മൊഴികൾ എടുത്തു. പിന്നീട് അവർ മാറ്റാൻ നോക്കിയെങ്കിലും അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മൊഴികൾ മുന്നിലുണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിലും കേരളത്തിലെ 12 ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നത്. ആ റെയ്ഡ് നടക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഇതുമായി ബന്ധപ്പെട്ടില്ല. അപ്പൊ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഫയലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ റെയ്ഡ് നടത്തുന്നത്. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഇത് കുറെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോ ഒന്നുമല്ല, അധികാര കേന്ദ്രങ്ങളിലൊന്നും കൈയടത്തുന്ന ഒരാളല്ല. അപ്പോൾ EDക്ക് സുഗമമായിട്ട് ഇതിനകത്ത് ഒരുപാട് കോടതി വിധികളും കോടതിയിൽ പോയി കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്. കേസ് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മടിയിൽ കനമുള്ളവന് പേടിച്ചാൽ മതി. അതെ, മടിയിൽ കനമുള്ളവന് പേടിച്ചാൽ പോരെ. പിണറായി വിജയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിണറായി വിജയനെ പേടിക്കണ്ട. ഇപ്പൊ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുന്ന നിർദ്ദേശം അനുസരിച്ച് പിണറായി വിജയനെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. അവിടെ വീണ വിജയന്റെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസ് നടക്കുന്നത്. പക്ഷെ ഈ കേസ് പാർട്ടിയുമായി ബന്ധപ്പെടുത്തി മാറ്റാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ പൈസ മാറ്റി വെച്ചിട്ടുള്ളത്. പിണറായി വിജയൻ ആ പണം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ മകളിലൂടെ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ് തീർച്ചയായിട്ടും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ED അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഇപ്പോ ഒരാളുടെ വീട്ടിലൊന്നും അല്ലല്ലോ. ഇപ്പോ നമുക്കറിയാം EDയെ വെച്ചിട്ട് ഒരുപാട് കേന്ദ്ര ഏജൻസികൾ ഒരുപാട് വെച്ചിട്ട് കേന്ദ്ര സർക്കാരുകൾ പല സംസ്ഥാനങ്ങളും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, അതേപോലെ തന്നെ CPM ഉന്നയിക്കുന്നുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ ഇതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KM ഷാജിയുടെ വീട്ടില് ഒരു റെയ്ഡ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. KM ഷാജി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ CPM-മാർ ബാക്കിയുള്ളവർ കാട്ടിക്കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ പറയട്ടെ. അങ്ങനെയല്ല. ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് തേടി ED കോടതിയിൽ സമർപ്പിക്കും.
അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രങ്ങൾ സമർപ്പിക്കും. അപ്പൊ അതിനനുസരിച്ച് പിണറായി വിജയൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മടിയിൽ കനമുള്ളവർ പേടിച്ചാൽ മതിയല്ലോ. അപ്പോ പിണറായി വിജയന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് പേടിക്കുന്നത്? തന്റെ മകൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? അതിന് എന്റെ സംശയം ശരിക്കും കോൺഗ്രസിനെതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിടുന്നത്? കോൺഗ്രസ് ആണല്ലോ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭരണകക്ഷി കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ആകുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോ രാവിലെ തൊട്ട് അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഇത് UDF അറിയാതെ നടക്കുമോ? UDF അല്ലേ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം മാറിയപ്പോ UDF കരുതി കൂട്ടി ആക്രമിക്കുകയാണ് എന്നഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് കേന്ദ്ര ഏജൻസികളാണ്. കേരളം പോലും അറിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിഞ്ഞിട്ടില്ല. ഇത് ഹൈക്കോടതിയുടെ ഒരു അനുമതിയോടെ ഇവര് കൃത്യമായി ഇഡിക്ക് റെയ്ഡ് കൊടുക്കാൻ, അനുമതി കൊടുക്കാൻ ഒരുപാട് അതോറിറ്റികളുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരാളൊന്നുമല്ലല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഇഡി റെയ്ഡിന് വരണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം. കൃത്യമായി അതിന്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി, കോടതികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ റെയ്ഡ് വരാൻ പറ്റൂ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പൊ 2 കോടി സംതിങ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൈപ്പറ്റിയത് എന്ന് ഇനി പറയേണ്ടത് പിണറായി വിജയനാണ്. അത് തെളിയിക്കേണ്ടതാണ് ഇഡിയുടെ ചുമതല, ഇഡിയുടെ ജോലി. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും 2 കൂട്ടർക്കും എന്തിനു വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കൃത്യമായിട്ട് തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഒരു IT കമ്പനിയാണ്. IT-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ അത് കാണിക്കണ്ടേ? ഒന്നും കാണിക്കാനോ ഒന്നും ചെയ്യാനോ ഇല്ല. ഇനി CPM-നെ സംബന്ധിച്ച് CPM-നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. 10 കൊല്ലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ, ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കറപ്റ്റഡ് ആയിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഖാവ് ഇപ്പൊ നമുക്കറിയാലോ, ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും CPM-ന് വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ട്. OTA എന്നുള്ള പാട്ടാണ് യഥാർത്ഥത്തിൽ CPM-നെ താഴെ ഇറക്കിയത് എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. അതും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോ ഈ വിഷയം കൂടെ വരികയാണെങ്കിലോ, ഈ 10 കൊല്ലക്കാലം CPM കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, കബളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം വെളിയിലേക്ക് വരികയാണെങ്കിലോ, അത് തെളിയിക്കേണ്ടത് ഇഡിയുടെ ഉത്തരവാദിത്തമാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മുന്നിലും, അപ്പോ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ മുട്ടുമടക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയും വരില്ല. ഇപ്പോ ഈ ഇഡി വീടിന്റെ അകത്തേക്ക് വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും. ഈ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ, അതിനുശേഷം നമുക്കറിയാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ പേരിലിടുക, കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുക. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് കരുതി കോൺഗ്രസ് അല്ലല്ലോ ഇഡിയെ വിട്ടതും ഇഡിയെ കയറ്റി വിട്ടതും ഒന്നും. ഇപ്പോ നമുക്കറിയാം, റഹീമൊക്കെ രാവിലെ തൊട്ട് പറയുന്നത് ഇത് വലിയൊരു ഡീലാണ്, ഇത് കൃത്യമായി കരുതി കൂട്ടി വി ഡി സതീശൻ അതുകൊണ്ട് ഇപ്പോ വി ഡി സതീശനെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സവർക്കറുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് വി ഡി സതീശനെ ഇപ്പോൾ വിഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ CPM-ന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ UDF അധികാരത്തിൽ കയറിയിട്ടുണ്ട്. ഒരു നിമിഷം പോലും അവർക്ക് ശ്വാസം വിടാൻ സമയം കൊടുക്കാൻ പാടില്ല. പ്രതിഷേധിക്കുക, പ്രകടനങ്ങൾ അയച്ചുവിടുക. ഇന്നലൊക്കെ SFIയുടെ പ്രതിഷേധങ്ങളാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഇപ്പോ ഏതോ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പ്രസംഗത്തിൽ പറയുന്ന കേട്ടായിരുന്നു. അവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ ആരാണെന്ന് തോന്നും. മീൻ മണക്കുന്നുണ്ട് പോലീസുകാരന്റെ കയ്യില്. അപ്പോ അവരുടെയൊക്കെ ജോലി ഇപ്പോ പലതായിട്ട് മാറി. വിമർശനങ്ങളാണെങ്കിൽ പോലും പോലീസുകാര് മീൻ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്ന ആളുകളായിട്ട്, മീനിന്റെ മണമുണ്ട്, ഇപ്പോ മണക്കാൻ നടക്കുന്ന ആളുകളായിട്ടാണ് ഇവര് നടക്കുന്നത് എന്ന് പറഞ്ഞ വലിയ ആക്ഷേപങ്ങൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്രയും നാളും ഇല്ലാത്ത സമരങ്ങൾ ഇപ്പോൾ വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ UDF-നെ സംബന്ധിച്ച് UDF-നെ പ്രതിസന്ധിയിലാക്കുക എന്നാണ് LDF-ന്റെ ലക്ഷ്യം. പക്ഷേ സ്വന്തം കുഴി സ്വന്തമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്.